22 കുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കാതെ പോകുന്ന കുട്ടികൾ, ഈ രീതിയിലാണ്. ഇതിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധം കുറവ് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. ബോധം കുറവ് എന്ന് പറഞ്ഞാല് ഈ ഇൽമ് പഠിച്ച് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, ആ നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായി കണ്ടെത്തുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഒന്ന്, മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഹയർ സെക്കൻഡറി SSLC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്നുള്ളതാണ്. SSLC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയെങ്കിലും SSLC പാസ്സാവണം എന്നുള്ളതാണ്, അല്ലാതെ A+ കിട്ടണം എന്നല്ല. എങ്ങനെയെങ്കിലും SSLC പരീക്ഷ പാസ്സാവണം. അത് രാവിലെ തന്നെ സ്കൂള് 9 മണിക്കും 9:30 മണിക്കും തുടങ്ങുന്നത് കൊണ്ട് മദ്രസയിലേക്ക് വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, കുട്ടികളുടെ ഹെയർ സ്റ്റൈലാണ് ഇതിനൊരു കാരണമായി കാണുന്നത്. കുട്ടികളുടെ ഹെയർ ഓർക്ക് ഇഷ്ടം വെക്കാൻ മദ്രസയിലും ഉസ്താദുമാരും സമ്മതിക്കുന്നില്ല. ഇത് കുട്ടികളുടെ കാരണമാണ്. വേറൊരു കാരണം എന്ന് പറയുന്നത്, കുട്ടികൾ ഫൈലായി 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് സ്കൂളിൽ 10ലാകുന്നു, അല്ലെങ്കിൽ 6ലാകുന്നു. കുട്ടികൾ ഫൈലായി പാസ്സാവാതെ ചെറിയ ക്ലാസ്സുകളിൽ തങ്ങുന്നു. ഈ 4 കാരണങ്ങളാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ 4 കാരണത്തിന്റെ പ്രതിവിധി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. എൻ്റെ മൈക്ക് ഇതാ അടുത്ത ആളുകളിലേക്ക് കൈമാറും. ബഹുമാനികളായ ഉസ്താദുമാരെ, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങി വെച്ച ഏറ്റവും വലിയൊരു പദ്ധതിയാണ് മുനാഖഷ. ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ അതിലെനിക്കൊരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷമാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുന്നില്ല എന്നതിൻ്റെ 1, 2, 3 കാരണങ്ങൾ സാലിദ് ഉസ്താദ് നമ്മളോട് വിശദീകരിച്ചു. എനിക്ക് പറയാനുള്ളതൊന്ന്, 10ാം ക്ലാസ് ഇല്ല എന്നുള്ളതാണ് അവിടെ മതം. നമ്മളെ റേഞ്ചിൽ 22ഓളം മദ്രസ ഉണ്ട്. എത്ര മദ്രസയിൽ 10ാം ക്ലാസ് ഉണ്ട് എന്ന് നമ്മൾ എത്രയുണ്ട്? 10ാം ക്ലാസ് ഉള്ള മദ്രസ പകുതി മദ്രസ ഇല്ല എന്ന് തോന്നുന്നു. എന്റെ 15ഓളം മദ്രസയാണ്. ഒന്ന് തന്നെയാണ്, എന്റെ മദ്രസയിൽ 10ാം ക്ലാസ് ഇല്ല, ഉണ്ടായിരുന്നു. അത് കുട്ടികളെ കൊഴിഞ്ഞു പോയത്, ആ കൊഴിഞ്ഞു പോകുന്നതിനുള്ള കാരണങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കുട്ടികൾക്ക് സ്കൂൾ പഠനഭാരം എന്നുള്ള പേര് സ്കൂളിൽ പൈലാകലില്ല. നമ്മുടെ സാലിദ് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ പൈലാകലില്ല. അപ്പൊ അവര് 1ാം ക്ലാസ് 5 വയസ്സ് ചേർന്നാൽ 14 വയസ്സാകുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തും. മദ്രസയിൽ എങ്ങനെയായാലും 1ലും 2ലും എത്ര ഉഷാറുണ്ടെങ്കിൽ നമ്മൾ 2 കൊല്ലം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അധിക മദ്രസയിൽ ഉസ്താദുമാർ രക്ഷിതാക്കളും 2 വർഷം എത്തുന്നുണ്ട്. പിന്നെ 3ാം ക്ലാസ്സിൽ എത്തി ചിലപ്പോൾ ഫൈലാകും. അങ്ങനെ 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ സ്കൂളിലേക്ക് ചിലപ്പോൾ 10ാം ക്ലാസ്സിലെത്തി, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് എത്തി. ചിലപ്പോൾ മുതിർന്ന കാണാൻ വലുതായി ആരോഗ്യപരമായ വലുതായപ്പോൾ കുട്ടികൾക്കൊരു മോശം, ബാക്കിയുള്ള കുട്ടികൾ ചെറിയ കുട്ടികളോടൊപ്പം ഇരിക്കണം. എന്റെ മദ്രസന്റെ അനുഭവമുണ്ട്. ഒരു കുട്ടി 7ാം ക്ലാസ് മതിയാക്കി പറയുന്നത്, ബാക്കിയെല്ലാവരും വലുത് ഉസ്താദ്, എനിക്ക് വരാൻ മടിയാണ്, നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതിയാക്കിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് വീണ്ടും മദ്രസയിലേക്ക് വന്ന് ഉസ്താദ് 9ാം ക്ലാസ്സിൽ ഇരുന്നോട്ട്. അവന്റെ കൂടെ പഠിക്കുന്നവരിപ്പോ 9ലും. അങ്ങനെ 7ാം ക്ലാസ് പാസ്സായ കുട്ടിയാണ്. പിന്നെ യോഗ്യതാ പരീക്ഷ നടത്തി 9ാം ക്ലാസ്സിലെ കുട്ടീനെ ഇരുത്തി. അപ്പൊ നമ്മൾ ഒന്ന് പറയുന്നത് അതാണ്, കുട്ടികൾക്ക് ആരോഗ്യപരമായ കാരണങ്ങളാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് സമയക്കുറവ്. എല്ലാ കുട്ടികളും പറഞ്ഞു, ചിലപ്പോൾ വൈകുന്നേരം ക്ലാസ് ആണെങ്കിൽ പറയും വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്, ചിലപ്പോൾ രാവിലെ ക്ലാസ് ആണെങ്കിൽ രാവിലെ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ രണ്ടും അവർക്ക് സംയോജിപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് പോകാൻ താല്പര്യമില്ല
അപ്പൊ രണ്ടാമത് സമയക്കുറവാണ്. മൂന്നാമത് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്. ബാക്കിയുള്ള കുട്ടികൾ ഒന്നേ ചിലപ്പം പല കാരണങ്ങളും മതിയാക്കിയിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലുള്ള കുട്ടി 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നില്ല എന്നതാണ് നമ്മുടെ ചർച്ച. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം